എല്ലാവരും ട്രൈ ചെയ്യുക. ഈ കറിയുടെ അഭിപ്രായം പറയുക. കൂടാതെ വാച്ച് ചെയ്യുക. ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. കശ്മീർ ചില്ലി, ഹോട്ട് ചില്ലി, കുരുമുളക്, മഞ്ഞൾ, ഉപ്പ് 1 കിലോ മീനാണ്, ഇച്ചിരി കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, പേരിന് ഇച്ചിരി കുറച്ച് ജിഞ്ചർ ഗാർലിക്, പേരിന് മതി ജിഞ്ചർ ഗാർലിക്, ഒരു സ്പൂൺ വിനെഗർ, ഇത്രയും സാധനങ്ങളൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിന് വെള്ളം. അതിനുശേഷം നല്ലവണ്ണം ഈ വരഞ്ഞ മീനിൽ പിടിച്ച് തേക്കുക. വയറിനകത്തും ഒരു ഫിഷ് മാത്രം കുറച്ച് ക്രിസ്പിയാവണം. കാരണം അത് മൂന്ന് ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണ് ഇഷ്ടം. അപ്പം ഞാൻ അതിലൊരു കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലത് കുറച്ച് റൈസിലോ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. ഒരെണ്ണത്തിന് മുകളിൽ മാത്രം. ഒരാൾക്ക് മാത്രമേ ഫിഷ് ഇഷ്ടമുള്ളൂ. ഇട്ടാൽ മതി, കുറച്ച് തണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഫസ്റ്റ് കാണുന്നതിൽ ഞാൻ അരിപ്പൊടി ഇട്ടിട്ടില്ല, അതുകൊണ്ട് അത് അത്ര ക്രിസ്പി ആയിട്ടില്ല. ബാക്ക് സൈഡിൽ കാണുന്നത് നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് സോഫ്റ്റാണ്, മറ്റേത് ഹാർഡായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മാങ്ങ ചതച്ചതിന് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അരമുറി തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് പാല് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇത് തലപ്പാലും ഇത് ഇടപ്പാലും പറയും. ആക്ച്വലി കൊച്ചിൻ സ്റ്റൈലില് തേങ്ങാപ്പാൽ പറയുമ്പോൾ തലപ്പാല്, ഇടപ്പാല്, തേങ്ങാപ്പാല് എല്ലാം തേങ്ങാപ്പാലാണ്, പക്ഷെ അങ്ങനെയാണ് പറയാറ്. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ഒന്നിച്ചെടുത്താൽ മതി. പക്ഷെ എന്നാലും ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ തലപ്പാല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇടപ്പാല്, ദെൻ അഗെയിൻ തേർഡ് ടൈം ഞാൻ പാല് പിഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമ്മൾക്കിനി മാങ്ങ ഒന്ന് ചുരണ്ടിയെടുക്കാം. ഈ മാങ്ങ നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ മാങ്ങ ചതച്ച് മീൻ വറുത്തിടാൻ പോവുകയാണ്. ഇപ്പോൾ തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തലപ്പാലും ഇടപ്പാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മാങ്ങ ചതച്ച് റെഡിയാക്കി ചതച്ചല്ല സ്ക്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഉള്ളിയാണ് എടുത്തതെങ്കിലും ഞാൻ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, പകുതി മാറ്റിയിട്ടുണ്ട്. പിന്നെ കറി ലീവ്സ്,
2 തണ്ട്, ഒരു 3 വെള്ളുള്ളി. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. മാങ്ങയ്ക്ക് ഇച്ചിരി ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനമാണ്. അയലയും കുറച്ച് ചിലർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗാർലിക് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കുഞ്ഞായി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്. ബിക്കോസ് ഇതിന് എരിവ് വേറെ ഒന്നുമില്ല. മീൻ വറുത്തപ്പോൾ നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ മുളകില്ല. അപ്പം മാങ്ങ ചതയ്ക്കുന്നതിന് പച്ചമുളക് അത്യാവശ്യമാണ്. അപ്പം ഇനി നമ്മളുടെ കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് നല്ലപോലെ പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 6-7 ഉലുവ. അതിന് ശേഷം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട്, പച്ചമുളക് ഇട്ട്, കറിവേപ്പിട്ട്, ഉള്ളിയും ഇട്ട്. ഇപ്പോൾ ഇത് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടുക. ഇതിലേക്ക് നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് വെച്ചതാണ് പച്ചമാങ്ങ സ്ക്രേപ്പ് ചെയ്തത് ഇടാൻ പോവാണ്. ഒത്തിരി പുളിയുള്ള മാങ്ങ വേണ്ട, നല്ല മൂത്ത മാങ്ങ ആയിരിക്കണം. ശരിക്കൊക്കെ കിട്ടിയത് കുറച്ച് ഇളയതാണ്, ഒത്തിരി മൂത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. വറുത്ത മീനിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് മാങ്ങയ്ക്കുള്ള ഉപ്പ് മതി. മാങ്ങ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഇടപ്പാൽ ഒഴിക്കുകയാണ്. ഇടപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് വേഗം വയ്ക്കുക. മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും മൺചട്ടിയാണ് നല്ലത്. അത് ഇതൊന്നും മാറ്റാൻ പോവുക. മാറ്റി നമുക്ക് മൺചട്ടിയിലേക്ക് ആക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തലപ്പാട് കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മുടെ മീൻ വറുത്തത് ഒത്തിരി ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആദ്യം നേരത്തെ മീൻ മാങ്ങയിൽ ഇടാതിരിക്കുക. കഴിക്കുന്നതിന് മുൻപ് മീൻ മിക്സ് ചെയ്താലും മതി. ഇപ്പോൾ നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഞാൻ എടുത്ത മുഴുവൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. വറുത്ത മീനും മാങ്ങ ചതച്ചത് നല്ല വിളഞ്ഞ മാങ്ങയായിരിക്കണം. ഇതിപ്പോൾ ഇച്ചിരി പുളി കൂടുതലാണ്. ഞാനതൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മധുരം വേണ്ട, എങ്കിലും ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് മൂത്ത് മധുരമുള്ള മാങ്ങയാണ് നല്ലത്. നിങ്ങൾ കട്ടൻ ചായ കൊണ്ട് പേടിക്കേണ്ടത്. ഇത് ഒരിക്കലും ഈ മീനിന്റെ കോമ്പിനേഷൻ അല്ല. ബാംഗ്ലൂരിൽ ഇപ്പോൾ ഇച്ചിരി ചൂടാണ് ഇന്ന്. അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ കുറേ ചായയാണ് കുടിക്കുന്നത്. സാധാരണ ഞാനങ്ങനെ കുടിക്കാറില്ല. ചൂട് കൊണ്ടായിരിക്കും ചായ കുടിക്കണം തോന്നുന്നത്. തണുപ്പ് വരുമ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അപ്പോൾ കട്ടൻ കാപ്പി ആയിരിക്കും കുടിക്കുന്നത്. അപ്പോൾ ചൂട് വരുമ്പോൾ ബ്ലാക്ക് ടീയും തണുപ്പ് വരുമ്പോൾ ബ്ലാക്ക് കോഫി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ കറി.